നെയ്യാറ്റിൻകരയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. വളാത്താങ്കര സ്വദേശി അൽമ ആണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിഷ്ണുദാസ് പോലീസ് പിടിയിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദിൽന ചേരുന്നുണ്ട്. ദിൽന, എന്താണ് ഈ ദാരുണ സംഭവത്തിന് ഇടയാക്കിയത്? ഇവർക്ക് കുട്ടികളുണ്ടോ? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്? ഇന്ന് രാവിലെ 9 മണിയോടെ കൂടിയായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത്. ഈ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഭർത്താവ് തന്നെ സമീപത്തുള്ള സഹോദരന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളത് പറയുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിന് വിവരം അറിയിക്കുന്നതും പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുന്നതും. ഇവർക്ക് 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പൊ അതിന്റെ ഒരു മനോവിഷമത്തിലാണ് ഈ ഒരു ക്രൂരകൃത്യം നടന്നത് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞാൽ. മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നതായി ഇപ്പോൾ പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ അതൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഈ കുട്ടികളില്ലാത്തൊരു മനോവിഷമം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വിഷ്ണുനാഥ്, ഭർത്താവ് വിഷ്ണുനാഥ് PSC കോച്ചിങ് സെന്ററിലെ അധ്യാപകനാണ്. നിലവിൽ പാറശാല പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിഷ്ണുനാഥ്. ഈ അൽമയ്ക്ക് ജോലിയുണ്ടോ? അൽമയ്ക്ക് അൽമ ഹൗസ് വൈഫ് ആണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. മറ്റെന്തെങ്കിലും ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള മറുപടികളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു കുടുംബപരമായ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും ആ വിവരം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്, അല്ലേ? അതെ, സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളില്ല എന്നുള്ള ഒരു മനോവിഷമം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ചെറിയ വയസ്സാണ്. അതായത് അൽമയ്ക്ക് 32ഉം വിഷ്ണുനാഥന് 36ഉം വയസ്സാണ്. 9 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഈ 9 വർഷമായിട്ടും കുട്ടികളില്ല എന്നുള്ള ഒരു മനോവിഷമം രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ചെറിയ ബുദ്ധിമുട്ടും മനോവിഷമങ്ങൾ പങ്കിടലും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ അയൽവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ ഇവർക്കിടയിൽ നിലനിന്നിരുന്നില്ല. ഈ ഒരു പ്രശ്നം മാത്രമാണ്, അതായത് കുട്ടികളില്ലാത്തൊരു മനോവിഷമം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരി ദിൽനയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.